അമ്മ എനിക്കിത് കഴിക്കാൻ എന്താ ആദർശനെന്താ വേണ്ടേ? കേട്ടില്ല. പാസ്ത. യെസ്, നമുക്കങ്ങനെ പെട്ടെന്ന് പോയിട്ട് ആദർശിന് പാസ്ത ഉണ്ടാക്കിയാലോ? അപ്പോൾ ദേ ചട്ടി ചൂടാക്കിട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഇനി ഇത് വെട്ടിത്തിളച്ച് വന്നപ്പോൾ ഞാൻ ദേ അതിലേക്ക് ഉപ്പും ഒരു സ്പൂൺ ഓയിലും ഇട്ടു കേട്ടോ. പാസ്ത അങ്ങനെ ഇട്ട് കൊടുത്താൽ പിന്നെ ഇത് ഒട്ടിപ്പോകാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, പക്ഷെ ഞാൻ ഒരു വഴിക്ക് പോകില്ലേ ചുമ്മാ അത് അവിടെ കിടക്കട്ടെ എന്നോർത്ത് പറഞ്ഞാണേ. ഇങ്ങനെ പാസ്തയൊക്കെ വെന്ത് വന്നു കേട്ടോ. ഞാൻ കുറച്ച് പച്ചവെള്ളത്തിലൊക്കെ ഇട്ട് അത് വെള്ളത്തിൽ നിന്ന് മാറ്റി എടുത്തു വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്താലോ? ഒരു ചട്ടി അങ്ങോട്ട് വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തേ. എന്നിട്ട് ദേ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും, ആ വെളുത്തുള്ളി മരിയുമ്പോഴുള്ള സ്മെല്ലിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് പിന്നെ ഒരു സവാള ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കവും കുറച്ച് ക്യാരറ്റും കൂടെ ഭംഗിക്ക് ഇട്ടു കൂട്ടാ. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച 3 ടൈപ്പ് സോസ് ഇല്ലേ, സോയാ സോസും ടൊമാറ്റോ സോസും പിന്നെ ഫൈനലായിട്ട് സെഷ്വാൻ സോസും കൂടെ കുറച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് പാസ്തയായിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തേ. അപ്പോൾ ദേ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സിമ്പിൾ പാസ്ത റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റാക്കി. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.